ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തില്ല. കാരണം വയനാട്ടിൽ വാർത്തകൾ കാണുന്ന അല്ലെങ്കിൽ പടവും പറമ്പും കാണുന്ന ഓരോ പ്രേക്ഷകരും അറിയുന്ന ഒരാൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തില്ല, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അരുൺ. നമുക്കറിയാം, എന്നെ ചിലപ്പോൾ ഒരുപാട് കർഷകരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് യാദൃശ്ചികമായി ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഒരു മോർണിംഗ് വൈബിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാനും സാധിച്ചു. ഇത് ഹാരിസ്ക എൻ്റെ ക്യാമറമാനാണ്, പടവും പറമ്പിൻ്റെ ക്യാമറമാനാണ്. ഞങ്ങളിങ്ങനെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയപ്പോഴാണ് പറഞ്ഞ പോലെ യാദൃശ്ചികമായിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ പിന്നെ പുറത്ത് വന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കാണാൻ കയറി കണ്ട് എന്തൊരു ആകാംക്ഷ. ഇതുവരെ ഇത് വീഡിയോയിൽ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ഒരുപാട് തവണ ഷെല്ലേട്ടൻ ഇങ്ങനെ വിളിക്കും, നമുക്ക് വീഡിയോ എടുക്കണ്ടേ എന്ന് പറയും. അപ്പോൾ ഒക്കെ ഓരോരോ തടസ്സങ്ങളായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ എത്തിപ്പെട്ടു. ഇത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം ഇനി എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ എപ്പിസോഡൊക്കെ നമുക്ക് വരുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും ഷെല്ലേട്ടൻ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കും. മാത്രമല്ല ഇപ്പൊ കണ്ടിട്ട് ഇപ്പൊ ബാക്കി വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു, വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടിട്ട് അരുണിന് തോന്നിയ ഫീൽ എന്താണ്? എനിക്ക് വീഡിയോയിൽ കണ്ടതിനെക്കാട്ടും വളരെ ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്തു നിന്ന് കണ്ടപ്പം ഉള്ളിൽ കയറി ഞങ്ങളൊരു റൗണ്ട് മൊത്തം കറങ്ങി ഇവിടെ നിൽക്കുക. മൊത്തം എല്ലാം കണ്ടു കഴിഞ്ഞു. ചെടികൾ എനിക്ക് കൂടുതലായിട്ട് കുറേ നമ്മളിങ്ങനെ കണ്ടുപരിചയമുള്ള കുറേ നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ചെടികൾ. അതേപോലത്തെ കുറേ അതിനേക്കാളും എത്രയോ വെറൈറ്റികളാണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഓരോ വെറൈറ്റി ഇങ്ങനെ കാണുകയാണ്. പൂക്കളുണ്ട്, ഒരുപാട് ഇലച്ചെടികളുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പച്ചക്കറി ഒരു സൈഡായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ. ഓരോ ടൈം നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ചെടികളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഷിൻലേട്ടന് 100K ഇപ്പോൾ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് ഷിൻലേട്ടൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള ഇടയ്ക്ക് കണ്ടന്റുകളൊക്കെ ഷിൻലേട്ടൻ്റെ അടുത്ത് കിട്ടാറുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവിടെ എത്തി ഇത് കാണാൻ സാധിച്ചതിൽ. അപ്പോൾ അതിലേറെ സന്തോഷം. കാരണം ഒരുപാട് കാലം നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാധിക്കുന്നില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഓക്കെ ആകുമ്പോൾ അരുണ് തിരക്കായിരിക്കും, അരുണ് തിരക്കാകുമ്പോൾ എനിക്ക് ഓക്കെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് എന്തായാലും ഉടൻ തന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ള ഒരു എപ്പിസോഡ് വരാൻ സാധിക്കട്ടെ. അപ്പോൾ കണ്ടതിലും പരിചയപ്പെട്ടതിലും അറിഞ്ഞതിലും ഇഷ്ടമായി എന്നറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. ഓക്കെ.